ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി പണം സ്വരൂപിക്കുന്നതിന് 70 കിലോമീറ്റർ നടന്ന 86-കാരിയായ എൽസി പീൽ വാർത്തകളിൽ തരംഗമാകുന്നു. കീമോതെറാപ്പിക്ക് വിധേയായ ശേഷമായിരുന്നു ഈ നടത്തമെന്നതും ശ്രദ്ധേയമാണ്. ഒരു ക്രിസ്ത്യൻ ചാരിറ്റിക്ക് പണം സമാഹരിക്കുന്നതിനാണ് എൽസിയും നടത്തത്തിൽ പങ്കുചേർന്നത്. ഏകദേശം 900 പൗണ്ട് ഇതിലൂടെ സമാഹരിക്കാൻ കഴിഞ്ഞതായി എൽസി പറയുന്നു. എല്ലാ വർഷവും നടത്തുന്ന ക്രിസ്ത്യൻ എയ്ഡ് വീക്കിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ ധനസമാഹരണം. ക്രിസ്ത്യൻ എയ്ഡിന്റെ പ്രവർത്തനങ്ങളിൽ താൻ സന്തുഷ്ടയാണെന്നും അതുകൊണ്ടാണ് ഈ ധനസമാഹരണ യജ്ഞത്തിൽ പങ്കാളിയായതെന്നും എൽസി പറയുന്നു. തന്നെ സ്പോൺസർ ചെയ്തവർക്ക് നന്ദി പറഞ്ഞ എൽസി കീമോതെറാപ്പി ഒരു വെല്ലുവിളിയായിരുന്നുവെന്നും കൂട്ടിച്ചേർത്തു. ഇപ്പോഴും സുരക്ഷിതരായി ജീവിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. എന്നാൽ ലോകത്തിന്റെ പല ഭാഗത്തും ശുദ്ധജലത്തിന് പോലും ആളുകൾ കഷ്ടപ്പെടുകയാണ്. അവരെ സഹായിക്കുന്ന സംഘടനകളെ പിന്തുണയ്ക്കേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണെന്നും എൽസി പറയുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്ന് അഭയാർത്ഥികളെ സഹായിക്കുന്നതിനായി ബ്രിട്ടീഷുകാരും ഐറിഷ് ഇടവകകളും ചേർന്ന് 1945 ആരംഭിച്ചതാണ് ക്രിസ്ത്യൻ എയ്ഡ്. ഇന്ന് ലോകമെമ്പാടുമുള്ള ദരിദ്ര സമൂഹങ്ങൾക്ക് മാനുഷികമായ സഹായവും ദീർഘകാല വികസന പിന്തുണയും ഇവർ നൽകുന്നുണ്ട്. ജനസംഖ്യയുടെ 70% പേർ ദാരിദ്ര്യത്തിലും പകുതിയിലധികം കുട്ടികളും നിരന്തരമായ പോഷകാഹാര കുറവുള്ളവരുമായ ബുറൂണ്ടിക്കുള്ള സഹായമായിരുന്നു ഈ വർഷത്തെ ധനസമാഹരണത്തിന്റെ പ്രധാന ലക്ഷ്യം.